സാമ്രാജ്യവും ഒറ്റ ദിവസം കൊണ്ടുണ്ടായിട്ടില്ല. വിപിനിൽ നിന്ന് വിഭയിലേക്കുള്ള ദൂരവും ഒരു ദിവസം കൊണ്ട് താണ്ടിയതല്ല. തൻ്റെ ഉള്ളിലെ സ്ത്രീയെ അടക്കി വച്ച നാളുകൾ, ഒടുവിൽ അമ്മയോട് പറഞ്ഞ ദിവസം, ഒറ്റയ്ക്കായപ്പോഴുണ്ടായ മാനസിക സംഘർഷങ്ങൾ. അമ്മയോട് ഞാൻ ഇത് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആദ്യം അമ്മയ്ക്ക് ഭയങ്കര ഒരു എന്താ സംഭവം അതിശയം, കുറേ ക്വസ്റ്റ്യൻസും ഡൗട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ വിഷമമൊന്നും എന്നെ അങ്ങനെ കാണിച്ചില്ല. പക്ഷെ അമ്മ പറഞ്ഞത് എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണം, എനിക്കറിയില്ല, അപ്പം അതിനെപ്പറ്റി കൂടുതൽ വായിക്കണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യും. എൻ്റെ അടുത്ത് ആദ്യം എന്നെ കൊണ്ട് പ്രോമിസ് ചെയ്ത് ഒരിക്കലും നീ എന്നെ വിട്ട് ഇവിടെ നിന്ന് പോവരുത്. ആദ്യമൊന്നും അച്ഛന് പിന്തുണയ്ക്കാനായില്ല, പക്ഷേ പിന്നെ കൂടെ നിന്നു. പിന്നെ അച്ഛനും ഇതുപോലെ തന്നെ ആദ്യം ഭയങ്കര എഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു. പിന്നെ മെല്ലെ മെല്ലെ അച്ഛനും മനസ്സിലാക്കി. ഇപ്പോൾ അച്ഛനാണ് എനിക്ക് പേര് മാറ്റാനും അങ്ങനെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ കൊടുക്കാനും ഒക്കെ അച്ഛനാണ് കൂടെ വന്നത്. ഒരർത്ഥത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വച്ച് തന്നെയാണ് വിഭ ജന്മം എടുക്കുന്നത്. ഉള്ളിൽ ഭയം കൊണ്ട് അടക്കിപ്പിടിച്ച തൻ്റെ സത്വത്തെ തുറന്നു കാട്ടാൻ പഠിപ്പിച്ചിടാം. തല ഉയർത്തിപ്പിടിച്ചു നടക്കാനും ആത്മാഭിമാനത്തിൻ്റെ കനൽ ആളിക്കത്തിക്കാനും പറഞ്ഞു തന്നിടാം. കോളേജിൽ വളരെ നല്ലൊരു പൊളിറ്റിക്കലി നല്ലൊരു ഫോർവേഡായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു കോളേജും യൂണിയനും കോളേജ് സ്റ്റുഡൻസും ഒക്കെ തന്നെ ആയിരുന്നു. എല്ലാ വിഭാഗക്കാരുടെയും എല്ലാത്തിനും ശബ്ദം ഉയർത്തുന്ന ഒരു കോളേജ് തന്നെ ആയിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ്. എനിക്ക് ഭയങ്കര പാമ്പറിങ് തന്നെയായിരുന്നു കോളേജിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പേഷ്യൻസിൻ്റെ ഭാഗത്തുനിന്നൊന്നും ഒരു രീതിയിലുള്ള ഡിസ്ക്രിമിനേഷനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും എനിക്ക് ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അവരൊക്കെ നമ്മുടെ ഉള്ളിലെ ഡോക്ടറിനെയാണ് കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. AV മുകേഷിനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.